ടെൻഷൻ ടെൻഷൻ ടെൻഷൻ. ഞാൻ ഈ അടുത്തൊന്നും ഇത്രയും ടെൻഷൻ അടിപ്പിച്ചൊരു പടം കണ്ടിട്ടേ ഇല്ല. പറഞ്ഞു വരുന്നത് A24ന്റെയും അലക്സ് ഗാർലാൻഡിന്റെയും ഏറ്റവും പുതിയ ചിത്രമായിട്ടുള്ള സിവിൽ വാറിനെ പറ്റിയാണ്. 2024 പ്രധാനപ്പെട്ട സിനിമകളിൽ ഒന്നായിട്ട് ഇത് എന്തായാലും മാറും. മോഡേൺ വാർ ഡ്രാമ സിനിമകളിലെ ഒരു ഇമ്പോർട്ടന്റ് സിനിമയായിട്ട് എനിക്ക് ഇത് ഫീൽ ചെയ്തു. ആക്ച്വലി കേരളത്തിൽ ഒരു വൈഡ് റിലീസ് ഇല്ല, അതുകൊണ്ട് തന്നെ മൾട്ടിപ്ലസ് PVRലൊക്കെ മാത്രമേ ഇത് കിട്ടത്തുള്ളൂ. നിങ്ങൾക്ക് പറ്റുവാണെങ്കിൽ മാക്സിമം ഈ ഒരു സിനിമ തിയേറ്ററിൽ തന്നെ കാണാൻ നോക്കുക. അതിലും IMAXോ അല്ലെങ്കിൽ PHLോ കാണാൻ ഓപ്ഷൻ ഉണ്ടെങ്കിൽ ഒരു സംശയം വേണ്ട, അതിൽ വിട്ടോ. കാരണം അതിന് വേർത്തിയാണ്, വിഷ്വൽ സ്പെക്ടക്കിൾ ആണ് ഈ ഒരു സിനിമ. അതായത് സ്ഥിരം കാണുന്ന ഒരു ചെറിയ സിനിസ്കോപ്പിൽ കാണുന്നതിനേക്കാളും IMAXിലൊക്കെ കണ്ടു കഴിഞ്ഞാൽ അങ്ങനെ ഉണ്ടാവും, ഇത് മറക്കത്തില്ല പെട്ടെന്നൊന്നും ഈ ഒരു സിനിമ. ഞാൻ IMAXിൽ കാണുന്ന ആദ്യത്തെ A24 സിനിമ ഇതാണ്. അപ്പോൾ തിയേറ്ററിൽ കാണാൻ അവസരമുള്ളവരാണെങ്കിൽ മിസ് ചെയ്യരുത്, പോയി തന്നെ കാണാം. ഇതിൽ ആദ്യം എനിക്ക് എടുത്തു പറയേണ്ടത് അലക്സ് ഗാർലാൻഡ് ആണ്. ഇപ്പോഴത്തെ ഇൻഡസ്ട്രിയിൽ വർക്ക് ചെയ്യുന്നവരിൽ അത്യാവശ്യം ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു ഫിലിം മേക്കറാണ് ഈ ഒരു അലക്സ്. പ്രത്യേകിച്ച് എനിക്ക് സയൻസ് ഫിക്ഷൻ ഇഷ്ടമായതുകൊണ്ട് ഇങ്ങനത്തെ പല ക്രിയേറ്റീവ് ചോയ്സും എന്നെ ഫാസിനേറ്റ് ചെയ്തിട്ടുണ്ട്. അത് പെറ്റ്സ് മെഷീൻ ആണെങ്കിലും അനൈലേഷൻ ആണെങ്കിലും ഡെഫ്സ് ആണെങ്കിലും എല്ലാം ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ചോയ്സ് ആണ് പുള്ളി എടുക്കാറുള്ളത്. അതുകൊണ്ട് തന്നെ പുള്ളിയുടെ സിനിമകളിൽ എനിക്കൊരു പ്രത്യേക താല്പര്യമുണ്ട്. പുള്ളിയുടെ റൈറ്റിംഗിൽ 28 ഡേയ്സ് ലേറ്റർ, 28 വീക്സ് ലേറ്റർ, അതേപോലെ തന്നെ സൺഷൈൻ ഒക്കെ അടിപൊളി സാധനങ്ങളാണ്. അലക്സിന്റെ അധികം ആളുകളിലേക്ക് എത്താതെ പോയൊരു സിനിമ എന്ന് പറയുന്നത് മെന്നാണ്. പക്ഷെ അത് എനിക്ക് ശരിക്കും വർക്കായി. അത് ഞാൻ സെപ്പറേറ്റ് ആയിട്ട് ഒരു വീഡിയോയും ചെയ്തിട്ടുണ്ട്, കാണാൻ താല്പര്യമുള്ളവർക്ക് കാണാം. പുള്ളി ഈ പടങ്ങൾ എടുത്തു നോക്കുന്ന സമയത്ത് എല്ലാം അത്യാവശ്യം എന്താ പറയുക, സ്ഥിരം കേട്ടിട്ടുള്ള ഒരു ജനറിക് പരിപാടിയാണ്. അതിൽ അലക്സ് പറയാൻ ശ്രമിക്കുന്ന കഥയും അത് പറയാൻ ശ്രമിക്കുന്ന വിധം, അതാണ് പുള്ളിയെ മറ്റുള്ളവരിൽ നിന്നും മാറ്റി നിർത്തുന്നത്. ഈ വീഡിയോ കാണുന്ന ആരെങ്കിലും ഇങ്ങനെ ഒരു സിനിമയും കാണാത്തവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ചെക്കൗട്ട് ചെയ്യുക. അതിലും പ്രത്യേകിച്ച് ഡെഫ്സ്, അത് പുള്ളിയുടെ ഏറ്റവും കൂടുതൽ അണ്ടർ അപ്രീഷിയേറ്റഡ് കിടക്കുന്നതെന്ന് എനിക്ക് തോന്നിയത് അതാണ്. ഇനി സിവിൽ വാറിലേക്ക് വരുന്ന സമയത്ത് ഞാൻ ആകെ ആ ഒരു പേര് മാത്രമേ കണ്ടിട്ടുള്ളൂ. അലക്സ് ഗാർലാൻഡ് എന്ന് പറയുന്ന ഒരു പേരെ ഞാൻ അതിൽ കണ്ടിട്ടുള്ളൂ. പോസ്റ്റർ പോലും ഞാൻ നേരെ പോയി നോക്കാൻ നിന്നിട്ടില്ല. കണ്ടു, ടിക്കറ്റ് ബുക്ക് ചെയ്തു, പോകാൻ തീരുമാനിച്ചു, അത്ര തന്നെ. ട്രെയിലറോ ടീസറോ അല്ലെങ്കിൽ റിവ്യൂസോ ഒന്നും നോക്കാതെയാണ് ഞാൻ ചെന്ന് കയറിയത്. അതുകൊണ്ട് തന്നെ എനിക്ക് കിട്ടിയത് ഒരുമാതിരി അൺപാരൽ സ്ട്രെസ്ഫുൾ സിനിമാറ്റിക് എക്സ്പീരിയൻസ് ആണ്. ഞാൻ ഈ അടുത്തൊന്നും ഈ ഒരു തിയേറ്ററിൽ ഒരു സീൻ കണ്ട് ഇത്രയധികം ടെൻഷൻ അടിച്ചിട്ടില്ല. അത് എത്രമാത്രം എന്നെ അഫക്ട് ചെയ്തെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, പടം കഴിഞ്ഞ് പാർക്കിങ്ങിലോട്ട് കാർ എടുക്കാൻ വേണ്ടി പോയപ്പോൾ അവിടുത്തെ ആ തറയിൽ പെയിന്റ് വെച്ചിട്ട് മറ്റേ ആ സെപ്പറേഷൻ, ഓരോ കാർ നിർത്താനുള്ള ഒരു സ്പേസ് ഒക്കെ അവന്മാർ ഡിവൈഡ് ചെയ്യില്ലേ, ആ ഭാഗത്തായിട്ട് പോയപ്പോൾ താഴെ റെഡ് കളറിൽ ഇങ്ങനെ ചോരത്തുള്ളി പോലെ ഇങ്ങനെ റെഡ് പെയിന്റ് ചെതറി കിടക്കുക. ഞാനിത് ശ്രദ്ധിക്കാതെ അങ്ങനെ നടന്ന് പെട്ടെന്ന് ചവിട്ടാൻ വേണ്ടി പോയപ്പോൾ ചോര പോലെ എനിക്ക് തോന്നി. അപ്പൊ തന്നെ കാലൊക്കെ മാറ്റി ഞാൻ ഒരു നിമിഷത്തേക്ക് എന്റെ നെഞ്ചൊക്കെ അങ്ങ് പതറിപ്പോയി. പണ്ടറങ്ങാന്ന് പെയിന്റ് ആയിരുന്നു, പക്ഷെ ചോര ഉണങ്ങി കിടക്കുന്ന പോലെ അത് ഒട്ടി കിടക്കുന്ന നിലത്ത്. പടത്തിനകത്ത് മൊത്തം കുറെ ചോരയെല്ലാം കണ്ട് പുറത്ത് വരുമ്പോൾ വീണ്ടും ചോരാന്ന് കണ്ടപ്പോൾ ഇന്ന് ചെറുതായിട്ടൊന്ന് പതറി. ഓർക്കണം, ഞാൻ ഇതിനകത്തൊന്നും അല്ല ആദ്യമായിട്ട് ചോര കാണുന്നത്. ഇതിനേക്കാളും ചോര കണ്ട, ചോര പുഴ ഒഴുകുന്ന സിനിമകൾ കണ്ടിട്ടുണ്ട്, ബട്ട് അതൊന്നും എന്നെ അഫക്ട് ചെയ്തില്ല. പക്ഷേ ഈ പടത്തിൽ പറയുന്ന ഒരു ഡിസ്റ്റോപ്പിൻ ഫ്യൂച്ചറിൽ നടക്കാൻ പോകുന്ന ഒരു സിവിൽ വാർ ആണെങ്കിലും ശരിക്കും ഒരു സിവിൽ വാർ നടന്നിട്ടുണ്ട്. 1861 മുതൽ 65 വരെ 150 വർഷങ്ങൾ പഴക്കമുള്ള ഈ ഒരു ചരിത്രത്തിനെ പറ്റി നിങ്ങൾക്ക് കൂടുതൽ അറിയണം എന്നുണ്ടെങ്കിൽ ദി അമേരിക്കൻ സിവിൽ വാർ എന്ന് പറയുന്ന ഓഡിയോ ബുക്ക് കുക്കു FM അവൈലബിൾ ആണ്. ഇന്ത്യയിലെ വൺ ഓഫ് ദ ലീഡിംഗ് ഓഡിയോ കണ്ടന്റ് ലൈബ്രറി. പല ജോണേഴ്സിലായിട്ട് പല തരത്തിലുള്ള ഓഡിയോ കണ്ടന്റ്സ് ഇപ്പോൾ ഇവിടെ അവൈലബിൾ ആണ്. ഖസാക്കിന്റെ ഇതിഹാസം, പാത്തുമ്മയുടെ ആട് തൊട്ട് സയൻസ് ഫിക്ഷൻ വരെ ഇതിനകത്തുണ്ട്. ഓരോ മാസവും 20-ലധികം ഒറിജിനൽ കണ്ടന്റ്സ് ഇട്ട് ഏതാണ്ട് 1000-ലധികം ഓഡിയോ കണ്ടന്റ്സ് ഇതിനോടൊപ്പം തന്നെ കുക്കു FM അവൈലബിൾ ആണ്. അപ്പോൾ നമ്മുടെ ഇഷ്ടത്തിനുള്ള കണ്ടന്റ്സ് നമ്മുടെ ആവശ്യാനുസരണം ഉപയോഗിക്കാൻ പറ്റും. സപ്പോസ് ഒരു വലിയ പുസ്തകമാണ്, അതിന് ഒരുപാട് എപ്പിസോഡ് ഉണ്ട്, അത് മൊത്തം കാണാൻ സമയമില്ല എന്നുണ്ടെങ്കിൽ കുക്കു FM ബൈറ്റ്സ് എന്ന് പറയുന്ന പരിപാടിയുണ്ട്. മെയിൻ ഇൻഫർമേഷൻസ് എല്ലാം ഒരു 15 മിനിറ്റ് കൊണ്ട് നമുക്ക് അറിയാൻ പറ്റും. അപ്പോൾ ഇതിൽ സബ്സ്ക്രിപ്ഷൻ എടുക്കണോ വേണ്ടയോ എന്ന് പറയുന്ന ഒരു സംശയം നിൽക്കുവാണെങ്കിൽ നിങ്ങൾക്ക് ട്രയലിംഗ് ഓപ്ഷനും ഇപ്പോൾ ഒരു ലോഞ്ച് ചെയ്യുന്നുണ്ട്. സൈനപ്പ് ചെയ്ത ശേഷം ഒരു 7 ദിവസത്തേക്ക് നമുക്കിത് ട്രയൽ ചെയ്ത് നോക്കാം. ആ 7 ദിവസവും ഫുൾ കണ്ടന്റ്സും അവൈലബിൾ ആയിരിക്കും. അപ്പോൾ ആ ഒരാഴ്ച യൂസ് ചെയ്തിട്ട് വേണോ വേണ്ടോ എന്നുള്ളൊരു അൾട്ടിമേറ്റ് ഡിസിഷൻ നിങ്ങൾക്ക് പിന്നീട് എടുക്കാം. പിന്നെ ഇത് ട്രയൽ എടുക്കുന്ന സമയത്ത് ആ 99 കണ്ടാലും നിങ്ങളുടെ അക്കൗണ്ടിൽ നിന്ന് ഒരു 2 രൂപ മാത്രമേ പോകത്തുള്ളൂ. ആ പോകുന്ന 2 രൂപയും കുറച്ച് കഴിയുമ്പോൾ നിങ്ങൾക്ക് റീഫണ്ട് ആവുകയും ചെയ്യും. ഇനി ഉപയോഗിച്ചിട്ട് എപ്പോഴെങ്കിലും ഇതൊരു സുഖമില്ല, നമുക്ക് ഇത് പറ്റിയ സാധനം അല്ല എന്നൊരു തോന്നലുണ്ടെങ്കിൽ എപ്പോൾ വേണമെങ്കിലും നിങ്ങൾക്ക് ക്യാൻസൽ ചെയ്യാനും പറ്റും. അപ്പോൾ ഇതിൽ താല്പര്യമുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ചെക്കൗട്ട് ചെയ്യാം. ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നുണ്ട്. സോ പടത്തിന്റെ പരിപാടി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അമേരിക്കയിൽ ഒരു സിവിൽ വാർ ബ്രേക്ക്ഔട്ട് ആവും. അപ്പോഴത്തെ ഒരു പ്രസിഡന്റ് ഭരണവും അയാളുടെ ആ ഒരു ഏകാധിപത്യം എല്ലാം തന്നെ ജനങ്ങൾക്ക് മടുത്ത് ജനങ്ങൾ മൊത്തം പ്രസിഡന്റിനെതിരെ തിരിയും. അവർ വെസ്റ്റേൺ ഫ്രണ്ട് എന്ന് പറയുന്ന പുതിയൊരു മിലിറ്റന്റ് ഗ്രൂപ്പ് തന്നെ സ്റ്റാർട്ട് ചെയ്യും. ഇതിൽ ആരെ മെയിൻ എന്നറിയാം, തമ്മി കണ്ണെടുത്ത കണ്ടുകൂടാത്ത കാലിഫോർണിയയും ടെക്സസും ചേർന്നിട്ടാണ് വെസ്റ്റേൺ ഫ്രണ്ട് വരുന്നത്. അപ്പുറത്ത് പ്രസിഡന്റ് US ആർമി ഫ്ലോറിഡ. തമ്മി ഏതിനെന്ന് പറയുന്ന ഒരു ചോദ്യം പോലും ഇല്ലാതെ കൊന്നു വീതിക്കൊണ്ടിരിക്കുക. അതിന്റെ ഇടയിലോട്ടാണ് നമ്മുടെ നായക വന്ന് കയറുന്നത്, ലീ. സ്പൈഡർമാന്റെ കാമുകിയായിട്ടുള്ള നമ്മുടെ ക്രിസ്റ്റ്യൻ ഡൻസ്റ്റ് ആണ് ഇതിനകത്ത് ലീ ആയിട്ട് വരുന്നത്. പുള്ളിക്കാരത്തെ ഒരു ഫോട്ടോ ജേർണലിസ്റ്റ് ആണ്, പ്രത്യേകിച്ച് വാർ ഫോട്ടോഗ്രാഫർ. ഇവൾക്കൊരു പാർട്ണർ ഉണ്ട്, ജോയൽ. അതേപോലെ തന്നെ പണ്ടത്തെ ഒരു ഫ്രണ്ട് ഉണ്ട്, സാമി. അപ്പോൾ ഇവർ 3 പേരും കൂടെ കാര്യം കൈവിട്ട് പോകുന്നതിന് മുമ്പായിട്ട് പ്രസിഡന്റ് ഒരു ഇന്റർവ്യൂ എടുക്കാൻ വേണ്ടി DC-യിലേക്ക് നേരിട്ട് ചെല്ലാം എന്ന് പറഞ്ഞ് പ്ലാൻ ചെയ്യുക. അപ്പോൾ ഇവരുടെ ഈ ഒരു പോക്കിന്റെ ഇടയിലോട്ട് ജെസ്സി എന്ന് പറയുന്ന ചെറിയൊരു പെൺകുട്ടിയും കൂടെ വന്ന് കയറുന്നുണ്ട്. ഒട്ടും മെച്ചുവർഡ് അല്ലാത്ത നമ്മുടെ ലീയുടെ ഒരു ആരാധികയാണ് ഇവള്. അങ്ങനെ ഇവർ 4 പേരും കൂടെ DC-യിലോട്ട് ചെല്ലുക. ഇവർക്ക് അങ്ങോട്ട് പോകാൻ സാധിച്ചു, അവരുടെ ഇടയിൽ എന്ത് സംഭവിച്ചു, അവർക്ക് പ്രസിഡന്റിനെ കാണാൻ പറ്റിയോ, അയാൾക്ക് എന്ത് സംഭവിച്ചു, ഇതിന്റെ എല്ലാം അവസാനം എന്താണ്, ഇന്നിങ്ങനെ കാണുന്ന പ്രേക്ഷകന് ഒരു പിടി തരാതെ പോകുന്ന ഒരു പടമാണത്. പിടി തരാത്തതെന്ന് ഞാൻ പറഞ്ഞാൽ ലിറ്ററലായിട്ട് പറഞ്ഞാണ്. കാരണം ഈ പരിപാടി എന്തിനാ നടക്കുന്നത്, പ്രസിഡന്റ് ഇവരോട് എന്ത് ദ്രോഹം ചെയ്തതൊന്നും നമുക്ക് പറയുന്നില്ല. ഇൻഫാക്ട് അത് അവരുടെ ഇന്റൻഷനേ ആയിരുന്നില്ല, അത് വേറൊരു വശം. അതിലേക്ക് എന്തായാലും ഞാൻ പിന്നെ വരാം. എനിവേ, ലീ എന്ന് പറയുന്ന ഒരു ക്യാരക്ടറായിട്ട് നമ്മുടെ ക്രിസ്റ്റ്യൻ ഡൻസ്റ്റ് അങ്ങ് ജീവിക്കുമായിരുന്നു. പുള്ളിക്കാരത്ത് സ്ക്രീനിൽ ഇത്രയും നിറഞ്ഞിരിക്കുന്ന പരിപാടിയൊന്നും ഞാൻ ഇതിനു മുമ്പ് കണ്ടിട്ടില്ല. ആ ലീ എന്ന് പറയുന്ന ക്യാരക്ടർ അധികം എക്സ്പ്രസീവ് അല്ല, പക്ഷെ അവളുടെ ഉള്ളിൽ ഒരുപാട് ഇന്നർ കോൺഫ്ലിക്റ്റ് ഉണ്ട്. വാർ ഫോട്ടോഗ്രാഫി എന്ന് പറയുന്ന അത്ര എളുപ്പമുള്ള പരിപാടിയല്ല. സോ ഓവർ ദ പീരീഡ് ഓഫ് ടൈം അവൾ കണ്ട ഒരു ട്രോമയെല്ലാം അവളെ അത് ഭയങ്കര ഹോണ്ട് ചെയ്യുന്നുണ്ട്. പക്ഷെ അത് പുറത്ത് കാണിക്കുന്നില്ല. എന്തിന് നല്ലൊരു ഡ്രസ്സ് ഇട്ടിട്ട് ആ കണ്ണാടി മുമ്പിൽ
മുമ്പിൽ ചെന്ന് ചിരിക്കാൻ അവൾക്ക് പറ്റുന്നില്ല. അത്രയും കാര്യങ്ങൾ അവളുടെ ഉള്ളിലുണ്ട്. ഒരു രക്ഷയില്ലാത്ത പെർഫോമൻസ് ആയിരുന്നു ക്രിസ്റ്റ്യൻ ഡാൻസിന്റെ. പടത്തിന്റെ വലിയൊരു ശതമാനം പുള്ളിക്കാരത്തിന്റെ ഷോൾഡറിലാണെങ്കിലും കൂടെയുള്ളവരും അത്ര മോശമാക്കിയില്ല. പ്രത്യേകിച്ച് ജോയലായിട്ടുള്ള വാഗ്നറും ജെസി എന്ന് പറയുന്ന ചെറിയ കുട്ടിയായിട്ട് നമ്മുടെ കേലി സ്പെയിനി, അവള് ലാസ്റ്റ് ഒരു ഫോട്ടോ എടുത്തിട്ട് മരവിച്ച് എഴുന്നേരിക്കുന്ന ഒരു സീനുണ്ട്. ഗംഭീരമായിരുന്നു. ആ ഒരു സമയത്ത് ഞാനും മരവിച്ചിരിക്കുമായിരുന്നു. കിടിലുമായിരുന്നത്. പിന്നെ പറഞ്ഞേ പറ്റത്തുള്ളൂ ജെസി പ്ലമൻസിന്റെ ക്യാരക്ടർ എന്റെ അമ്മോ പടത്തിലെ ഫേവറേറ്റ് സീനുകളിൽ ഒന്നാണ്. അതായത് ഒരു തോക്കുമ്പോനെ നിൽക്കുന്ന ഒരു സീനുണ്ട് മോനെ, പേടിച്ച് വിറച്ചു. ഒന്നും ചിന്തിക്കാൻ പോലും പറ്റില്ല. അങ്ങനെ ഒരു സിറ്റുവേഷനിൽ കാരണം അയ്യോ പെട്ടുപോയാൽ എന്ത് ചെയ്യും. ഇതിലും വലിയ മുറ്റം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഇവിടെ ഇങ്ങനെ ഭയങ്കര ടെൻഷൻ അടിച്ച് കണ്ടുകൊണ്ടിരിക്കുക. എന്റെ ഇപ്പുറത്തൊരു മനുഷ്യൻ ഇരുന്നിട്ട് ആ സീൻ കഴിഞ്ഞ് വേറൊരു സാധനം വരുമ്പോൾ ഇയാളിരുന്ന് ഒരേ ചിരി. തിയേറ്റർ മൊത്തം പിൻ ഡ്രോപ്പ് സൈലന്റ് ആയി. ഇങ്ങേരിരുന്ന് ഒരേ ചിരി. ഞാൻ കൂടെ കൂട്ടിയിട്ടും വന്നു. എന്ത് ചെയ്യാനാന്ന് പറയാം. എനിക്ക് മനസ്സിലായില്ല പുള്ളി എന്തിനാ ചിരിച്ചെന്ന്. ഞാൻ പിന്നെ വെളിയിൽ വന്നിട്ട് ഞാൻ ചോദിച്ചാൽ എന്താ കാര്യം എന്താന്ന്. എനിവേ ജെസി പ്ലമൻസ് ആ ഒരു ചുവന്ന കണ്ണാടിയും വെച്ചിട്ട് വന്ന് നമ്മളെ അങ്ങ് വിറപ്പിക്കുന്ന സീനുണ്ട്. കിഡിലാണ്. ടെക്നിക്കൽ സൈഡ് ഞാൻ പറയണ്ട. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് മാക്സിമം വലിയ സ്ക്രീൻ കിട്ടുവാണെങ്കിൽ അതിൽ തന്നെ പൊക്കോളെ. കാരണം ഇൻ ടേംസ് ഓഫ് വിഷ്വൽ ആൻഡ് ഇൻ ടേംസ് ഓഫ് സൗണ്ട് ആൻഡ് മ്യൂസിക് ഗംഭീരമാണ്. പിന്നെ വിഷ്വൽ സൈഡ് വന്നപ്പോൾ സാധാരണ സിനിമകളെക്കാളും ഒരുപടി ക്ലാരിറ്റി കൂടിയോ എന്നുള്ളൊരു ഫീൽ എനിക്ക് വന്നായിരുന്നു. കുറേ കൂടെ ഷാർപ്പായിരുന്നു ഒബ്ജക്റ്റീവ്സും കളേഴ്സും എല്ലാം തന്നെ. എനിക്ക് തോന്നുന്നു അവർ യൂസ് ചെയ്ത ക്യാമറയുടെ ആണെന്ന് തോന്നുന്നു. DJI Ronin 4D ക്യാമറയാണ് അവർ യൂസ് ചെയ്തേക്കുന്നത്. ചുറ്റും നിന്ന് കത്തിക്കൊണ്ടിരിക്കുന്ന ഒരു കാടിന് നടുവിൽ കൂടെ ഇവർ കാർ ഓടിച്ചു പോകുന്ന ഒരു സീനുണ്ട്. ആ സീനിന്റെ വിഷ്വൽസ് ഗംഭീരമായിരുന്നു. പടം ഒരു പോയിന്റ് വരെ ഇങ്ങനെ സ്മൂത്ത് ആയിട്ട് പോകും. പിന്നെ ഒരു പോയിന്റ് ടുവേർഡ് ദ ക്ലൈമാക്സ് ആവുന്ന സമയത്ത് നമ്മൾ കോൾ ഓഫ് ഡ്യൂട്ടിയും അതേപോലെ തന്നെ മോഡേൺ വാർഫെയർ ഒക്കെ കളിക്കുന്ന ഒരു ഫീലാണ്. ലിറ്ററലി ഒരു ബാറ്റിൽ ഫീൽഡിൽ ഇറങ്ങി നിന്ന് അവർ ചെയ്തേക്കുന്ന ഒരു സാധനമുണ്ട്. എൻ്റെ അമ്മോ ഗംഭീരമായിരുന്നു. നമ്മുടെ ഫോക്കസ് മൊത്തം ഈ ഒരു ഫോട്ടോ ജേർണലിസ്റ്റിന്റെ പിന്നാലെ ആയിരിക്കും. പക്ഷേ അവരുടെ ബാക്കിൽ ഔട്ട് ഓഫ് ഫോക്കസിൽ നടക്കുന്ന കാര്യങ്ങളും ഭയങ്കര ഡീറ്റെയിൽസ് അവർ കൊടുത്തിട്ടുണ്ട്. അതിന്റെ ഒരു ആവശ്യമില്ല എങ്കിലും അവർ ചെയ്തു. അത് നന്നായിട്ടുണ്ട്. പിന്നെ ഫോട്ടോ ജേർണലിസ്റ്റ് ആണല്ലോ, അവർ പോകുന്ന വഴി തന്നെ കുറെ ഫോട്ടോസ് എടുക്കും. അതായത് ഇമ്പോർട്ടന്റ് മൊമെന്റ്സ് ഒക്കെ അവർ ക്യാപ്ചർ ചെയ്യും. അപ്പോൾ ആ ഒരു സീൻ കട്ട് ചെയ്ത് നമ്മൾ കാണുന്ന ആ ഒരു ഫോട്ടോ ആണ്. ആ ഒരു സീൻ ട്രാൻസിഷനും എനിക്ക് ഇഷ്ടപ്പെട്ടു. ഞാൻ ഇതിനു മുമ്പ് ദി ഓൾഡ് ഡോഗ് എന്ന് പറയുന്ന സിനിമയ്ക്കകത്തും ഇതേ പരിപാടി ഞാൻ കണ്ടിട്ടുണ്ട്. ആ പടത്തിന്റെ ഇൻട്രൊഡക്ഷൻ സീനും ഏതാണ്ട് ഇതേപോലെ തന്നെ നമ്മുടെ മെയിൻ ക്യാരക്ടറിന്റെ കയ്യിലിരിക്കുന്ന ക്യാമറയിൽ അല്ലെങ്കിൽ അവളെടുക്കുന്ന ഫോട്ടോയിലൂടെയാണ് ആ സീൻ മൊത്തം നമ്മൾ കാണുന്നത്. അതേപോലെ ഫോട്ടോ എടുക്കുന്ന ഒരു പരിപാടി വെച്ച് ഒരു ട്രാൻസിഷൻ ചെയ്തത് എനിക്ക് ഇഷ്ടപ്പെട്ടു. പിന്നെ സൗണ്ടും മ്യൂസിക്കും പറയാതിരിക്കാൻ വയ്യ. ആനയും ആടും പോലെ എന്ന് പറയുന്ന ഒരു പരിപാടി അവന്മാർ ചെയ്തേക്കുന്നത്. ഭയങ്കര ഇന്റൻസ് ആയിട്ടുള്ള ഒരു സീനായിരിക്കും, അല്ലെങ്കിൽ ഭയങ്കര എമോഷണൽ ആയിട്ടുള്ള സീനിലൊക്കെ അവന്മാർ പോപ്പ് മ്യൂസിക് ഇട്ട് അങ്ങ് ഭയങ്കര വൈബാക്കി കളയും. അതായത് ആ ഒരു കോൺട്രാക്ടർ മനസ്സിലായി. അത് ഭയങ്കര രസമുണ്ടായിരുന്നു കണ്ടപ്പോൾ. ഇങ്ങനെ സ്ലോ ആയിട്ട് പോകുമ്പോൾ പെട്ടെന്ന് നമ്മൾ ഞെട്ടി ഉണർത്തുന്ന രീതിയിൽ കുറെ ഗൺഷോട്ടൊക്കെ ഉണ്ട്. ആ ഗൺഷോട്ട് പോലും നമ്മൾ പണ്ട് കേട്ടിട്ടുള്ള രീതിയിലുള്ള ടിഷ്യൂം പരിപാടി അല്ലാതെ തുളഞ്ഞു കയറുന്ന പോലെ ഒരു ഫീൽ നമുക്ക് കിട്ടും. ബാറ്റിൽ ഫീൽഡ് ആ ഒരു ബോംബിങ്ങിന്റെ സൗണ്ട് അല്ലെങ്കിൽ ആ ഒരു പ്രൊപ്പലേഴ്സിന്റെ അമ്മ ആ ഒരു ചോപ്പേഴ്സ് ഒക്കെ ടേക്ക് ഓഫ് ചെയ്യുമ്പോൾ സീറ്റൊക്കെ കുലുങ്ങുന്ന രീതിയിലൊരു സൗണ്ട് എഫക്ട്സ് ആഡ് ചെയ്തിട്ടുണ്ട്. അതായത് ആ ഒരു വേർഡിലേക്ക് കയറി ചെല്ലുന്ന രീതിയിലുള്ള ആ ഒരു ഇമ്മേഴ്സീവ് എഫക്ട് നല്ല രീതിയിൽ ഈ സിനിമയിൽ വർക്ക് ചെയ്യുന്നുണ്ടായിരുന്നു. പിന്നെ ഇത്രയെല്ലാം പറഞ്ഞാലും സ്റ്റൈൽ ഓവർ സബ്സ്റ്റൻസ് ആണ്. എനിക്ക് അവരുടെ പരിപാടി മനസ്സിലായി. ഒരു പൊളിറ്റിക്കൽ സ്റ്റാൻസിലാണ് ഈ ഒരു പടം മൊത്തം പറഞ്ഞേക്കുന്നത്. ഏതെങ്കിലും ഒരു സൈഡ് പിടിക്കാനോ അല്ലെങ്കിൽ അവരുടെ തെറ്റാണെന്നോ ഇവർ ശരിയാണെന്നോ ഒന്നും പറയാൻ ശ്രമിക്കുന്നില്ല. അതൊന്നും വേണമെന്ന് ഞാനും പറയുന്നില്ല. പക്ഷേ കുറച്ചും കൂടെ സബ്സ്റ്റൻസ് ആവാം, കുറച്ചും കൂടെ കോൺടെക്സ്റ്റ് വേണമെന്ന് എനിക്ക് ഫീൽ ചെയ്തു. പുള്ളി ദേശീയ ഈ ഒരു സിവിൽ വാർ ഇവിടെ നടക്കുന്നുണ്ട്. ഈ ക്യാരക്ടേഴ്സിലൂടെ നമ്മൾ ആ പരിപാടി എല്ലാം കണ്ടിറങ്ങി വരും. അതാണ് സംഭവം. എന്നാൽ ക്യാരക്ടേഴ്സിന് ഒരു പ്രോപ്പർ ട്രീറ്റ്മെന്റ് ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതുമില്ല. പടം കണ്ടുകൊണ്ടിരിക്കുമ്പോൾ പലപ്പോഴും വൈ എന്ന് പറയുന്ന ചോദ്യം ഇങ്ങനെ പൊങ്ങി വരും. അപ്പോൾ അതിന് വേണ്ടിയിലും കുറച്ചും കൂടെ കോൺടെക്സ്റ്റ് ആഡ് ചെയ്തിരുന്നെങ്കിൽ നന്നാവും എന്ന് എനിക്ക് തോന്നി. കാരണം അലക്സിന്റെ മുമ്പത്തെ സിനിമകളിലൊക്കെ പറയാൻ കാര്യങ്ങൾ ഉണ്ടായിരുന്നു. ഇതിനകത്തുകൊണ്ട് അന്ധമായിട്ടുള്ള പാട്രിയോട്ടിസം, ജേർണലിസം, ഫോട്ടോ ജേർണലിസം, അതിന്റെ എത്തിക്സും ഡിക്റ്റേറ്റർഷിപ്പും അതിന്റെ സൂപ്രമസിയും അതിന്റെ അവസാനം എന്താകുമെന്നും എന്നിങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം സംസാരിക്കുന്നുണ്ടെങ്കിലും ഇതിനൊന്നും ഉത്തരം പറയാനല്ലാതെ ചോദ്യം ചോദിക്കാനാണ് ഇപ്പോൾ ശ്രമിച്ചേക്കുന്നത്. കഥയും കഥാപാത്രങ്ങളും സിനാരിയോസും തമ്മിലുള്ള ഒരു പ്രോപ്പർ ഇൻഫർമേഷൻ ഓഡിയൻസിന് കൊടുത്താലേ പറ്റത്തുള്ളൂ. അറ്റ്ലീസ്റ്റ് കൊടുക്കണം എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. ഈ സിനിമയെ പറ്റി ഒരു ധാരണയില്ലാതെ കയറിച്ചെന്ന എന്നെ സംബന്ധിച്ച് ഞാൻ അറിയേണ്ട കുറെ ഇൻഫർമേഷൻസ് ഒന്നും പറയാതെ പോയപ്പോൾ ഒരു തോന്നൽ എനിക്ക് കിട്ടി. പക്ഷേ ഒരു ഇൻട്രസ്റ്റിംഗ് പടം തന്നെയാണ്, ഒരു സംശയമില്ല. സിവിൽ വാർ എന്ന് പറയുന്ന ഈ ഒരു സിനിമ പറയാൻ ശ്രമിക്കുന്ന ഒരു പോയിന്റ് ഉണ്ട്. അത് ഭയങ്കര ഇമ്പോർട്ടന്റ് ആണ്. ഏതൊക്കെ റീസൺ എന്തൊക്കെ കാരണം കൊണ്ടാവട്ടെ നമ്മൾ വൺസ് നമുക്കെതിരെ തന്നെ തിരിഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ അവസാനം ആരും ജയിക്കത്തില്ല. അതിന് ആരുടെ ഭാഗത്ത് ന്യായമാണ് ഇല്ല എന്ന് പറഞ്ഞ് തർക്കിച്ചാലും അതിന്റെ അവസാനം ആരും ജയിക്കില്ല. ടോട്ടൽ ഡിസ്ട്രക്ഷൻ മാത്രമാണ് അവിടെ സംഭവിക്കുന്നത്. ഇതൊരു ഫിക്ഷണൽ സ്റ്റോറിയാണ്, അതുകൊണ്ട് അങ്ങനെ തള്ളാം. പക്ഷേ ഈ ഒരു അവസ്ഥ ഒട്ടും വിദൂരമല്ല. നമുക്കൊക്കെ ഇപ്പോഴും വോട്ട് ചെയ്യാനുള്ള അവകാശമുണ്ട്. അത് എന്ന് നിൽക്കുന്നു അവിടെ തീരുവതല്ല. അപ്പൊ അന്ധമായിട്ട് ഒന്നിനെയും പിന്നാലെ പോകാതെ സ്വബോധത്തോടൊന്ന് ആലോചിച്ചിട്ട് വോട്ട് ചെയ്യുക. ആകെ പറയാൻ കയ്യിലുള്ളത് അത് മാത്രമേ ഉള്ളൂ. അപ്പൊ സിവിൽ വാർ എന്ന് പറയുന്ന ഈ ഒരു അലക്സ് ഗാർലാൻഡ് ചിത്രം പറ്റുമെങ്കിൽ തിയേറ്ററിൽ തന്നെ കാണാൻ ശ്രമിച്ചു നോക്കുക. വേർത്തിയാണ്.